നമസ്കാരം. ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. നമ്മൾ വീട്ടമ്മമാർക്ക് എപ്പോഴും ഒരു ടെൻഷനായിരിക്കും അല്ലേ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് തയ്യാറാക്കും അല്ലെങ്കിൽ ഡിന്നറിന് എന്ത് തയ്യാറാക്കും എന്നുള്ളത്. പിന്നെ ഞാൻ വന്നേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു ദോശയാണ്. അപ്പോൾ ഇത് ഗോതമ്പ് മാവും അതുപോലെ തന്നെ മുട്ടയും കുറച്ച് വെജിറ്റബിൾസും ചേർത്താണ് ഈ ഒരു ദോശ തയ്യാറാക്കുന്നത്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമായിട്ടുണ്ട്. ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തത്, 2 പച്ചമുളക്, ഒരു ഇടത്തരം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ക്യാരറ്റ്, മല്ലിയില, കുറച്ച് ക്യാപ്സിക്കമും കൂടെ എടുത്തിട്ടുണ്ട്, ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കുക. അപ്പോൾ ഏത് വെജിറ്റബിൾസ് എടുത്താലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കൂടാതെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പാലക് ലീവ്സ് എടുക്കാം, ക്യാബേജ് എടുക്കാം, അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും സവാളയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുക. ക്യാബേജ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയം ക്യാബേജും കൂടി ചേർക്കുക. ക്യാപ്സിക്കം നമുക്ക് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല, ലാസ്റ്റ് ചേർത്താൽ മതിയാകും. ഇനി ഇത് 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഇതിൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടിയാൽ മതിയാകും. പിന്നെ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ചേർത്തേക്കുന്നത്. 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റൽമുളക് ചതച്ചതുണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർത്തെടുക്കാം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദോശയാണ്. ഈ ഒരു ദോശയുടെ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് പിന്നെ ചേർക്കാം. ഉള്ളിയും ക്യാരറ്റും കൂടി മാക്സിമം ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കമും കൂടി ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കമിന് അധികം കുക്കിംഗ് ടൈം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സമയം ചേർത്താൽ മതിയാകും. പിന്നെ ഇതിൽ നമ്മൾ പാലക് ലീവ്സ് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പാലക് ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്, കുറച്ച് മല്ലിയില മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കരിവേപ്പില ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ കരിവേപ്പില ചേർക്കുന്നില്ല. പിന്നെ മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് മല്ലിയില. മല്ലിയില ചേർക്കുമ്പോൾ പ്രത്യേക ഒരു മണവും അതുപോലെ തന്നെ പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. ഇനി 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കാരണം ഈ ക്യാപ്സിക്കമ്മിനും അതുപോലെ തന്നെ മല്ലിയില അധികം ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്ര വഴറ്റിയാൽ മതിയാക്കും. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അടുത്തായിട്ട് ആവശ്യമായിട്ടുള്ളതാണ് 1 കപ്പ് ഗോതമ്പ് പൊടിയും 2 മുട്ടയും. ആവശ്യമാണെങ്കിൽ 3 മുട്ട വരെ ചേർക്കാം. ഇനി ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാട്ടോ ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത്. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ നേരത്തെ കൂട്ടിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അതനുസരിച്ചിട്ടാണ് ഉപ്പ് ചേർക്കാനായിട്ടുള്ളത്. ഗോതമ്പ് മാവിൽ ഉപ്പ് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ടുള്ളത്. ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ വെള്ളം കൂടി പോരുത്, കാരണം ഇതിൽ നമുക്ക് മുട്ടയൊക്കെ ചേർക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു തിക്ക് ബാറ്ററാക്കി എടുക്കുക. ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് വെള്ളം ചേർത്തിട്ട് മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നല്ല തിക്ക് ബാറ്ററാക്കി മിക്സാക്കി എടുക്കുക. ഇനി ഇതിലോട്ട് 2 മുട്ട ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ 3 മുട്ട വരെ ചേർത്ത് കൊടുക്കുക. ഇനി മുട്ടയുടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മുട്ടയുടെ ചേർക്കുന്നതുകൊണ്ടാണ് ആദ്യമേ കൂടുതൽ വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കണമെന്ന് പറഞ്ഞത്. കാരണം മുട്ടയുടെ ചേർക്കുമ്പോൾ ആ ബാറ്റർ കുറച്ചും കൂടി ഒന്ന് ലൂസാവും. അപ്പോൾ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്ത് ബാറ്ററാക്കി എടുക്കുക. ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ കുറച്ച് കട്ടിയായി തോന്നുകയാണെങ്കിൽ 1-2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റില്ല, കാരണം ഓരോ ഗോതമ്പ് പൊടി അനുസരിച്ചിട്ട് ഇരിക്കും. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വരണം. ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. കൂട്ട് ചേർത്തുകൊണ്ട് തന്നെ ചിലപ്പോൾ ബാറ്റർ ഒന്ന് തിക്കാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതായത് നമ്മുടെ ബാറ്റർ എന്ന് പറയുന്നത് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒത്തിരി ലൂസായി പോരുത്, എന്നാൽ കുറച്ച് കട്ടിക്കുള്ളൊരു മാവായിരിക്കണം നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയം ഉപ്പ് നോക്കണേ, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൽ ലാസ്റ്റ് നല്ല ജീരകത്തിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനാട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും.
അങ്ങനെ കുറച്ചും കൂടി വെള്ളം ചേർത്തതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ബാറ്റർ ഒത്തിരി അങ്ങ് കട്ടിയാവാനും പാടില്ല, എന്നാൽ ഒത്തിരി ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കിട്ടേണ്ടത്. ഇനി നമുക്ക് ദോശ തയ്യാറാക്കാം. നേരത്തെ കൂട്ട് തയ്യാറാക്കിയ സെയിം പാന് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് മാവ് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം സാധാരണ ദോശ തയ്യാറാക്കുന്ന കണക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഒത്തിരി അങ്ങ് നൈസായിട്ട് നിരത്തല്ലേ, കുറച്ച് കട്ടിക്കായിരിക്കണം നിരത്തിയെടുക്കേണ്ടത്. ഇതുപോലെ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി ഒരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. 2 മിനിറ്റിന് ശേഷം മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അടുത്ത സൈഡും കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ആദ്യത്തെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. ഇതുപോലെ അടുത്തതും കൂടി തയ്യാറാക്കുക. ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളത്. ഫ്ലെയിം കൂടിയിരുന്നാൽ ഇതുപോലെ ഒന്നും നിരത്തിയെടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ബാറ്റർ ചുരുങ്ങി പോകും കേട്ടോ. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ബാറ്റർ ഒഴിച്ചെടുക്കേണ്ടത്. അതിനുശേഷം വേണമെങ്കിൽ ഫ്ലെയിം കുറച്ചുകൂടി ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അങ്ങനെ ദോശ ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ദോശയിലൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യമില്ല. ഈ ഒരു അളവിൽ ഒരു 4 മുതൽ 5 ദോശ നമുക്ക് തയ്യാറാക്കാം. ഇത് നല്ല സോഫ്റ്റുമാണ്, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്